CPM പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെ അടിസ്ഥാന വർഗത്തിന്റെ വിമോചനം എന്നൊക്കെ പ്രത്യയശാസ്ത്രം ഊതി വീർപ്പിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുകയാണ് ബൂർഷ്വാ കമ്മ്യൂണിസ്റ്റുകളെ, മുതലാളി കമ്മ്യൂണിസ്റ്റുകളെ, നിങ്ങൾ ഞങ്ങളുടെ വികാരം അറിയുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസുകാരല്ല, ഈ ചോദ്യം ചോദിക്കുന്നത് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർകാരല്ല, ഈ ചോദ്യം ചോദിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർക്ക് മാലിന്യം വരികയും അവരുടെ കുഞ്ഞു കുട്ടികൾ ശാരീരിക ദുരിതവും ശ്വാസകോശ ദുരിതവും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുമ്പോൾ അവർക്കങ്ങ് മുതലാളിത്ത സാമ്രാജ്യത്വ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കെൽപ്പില്ല പിണറായി വിജയ. അവർക്ക് സാമ്രാജ്യത്വ അമേരിക്കയിൽ പോയി ചികിത്സിച്ച് മക്കളെ സുഖപ്പെടുത്താൻ കെൽപ്പില്ല കോടിയേരി ബാലകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾ ചോദിക്കുകയാണ്. പിണറായി വിജയ, കോടിയേരി ബാലകൃഷ്ണ, അഭിനവ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരെ, സാമ്രാജ്യത്വ കമ്മ്യൂണിസ്റ്റുകളെ, നിങ്ങൾക്കറിയാമോ കോഴിപ്പുറത്ത് കരുണാകരൻ എന്ന വിപ്ലവ കമ്മ്യൂണിസ്റ്റിനെ? അവർ ചോദിക്കുകയാണ് പേരടക്കം. കോഴിപ്പുറത്ത് കരുണാകരൻ എന്ന വിപ്ലവ കമ്മ്യൂണിസ്റ്റിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നു, AC മൊയ്തീനോട് ഒന്ന് വിളിച്ച് ചോദിക്കുക, ആരാണ് കോഴിപ്പുറത്ത് കരുണാകരൻ? അദ്ദേഹം ഉയർത്തുന്ന ആവശ്യം എന്താണ്? അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വികാരം എന്താണ്? താങ്കൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എങ്കിൽ പിണറായി വിജയ, കോടിയേരി ബാലകൃഷ്ണ ആ AC മൊയ്തീനോട് ചോദിക്കൂ. AC മൊയ്തീനോട് ഈ കള്ളക്കച്ചവടത്തിൽ കൊള്ളക്കച്ചവടത്തിൽ പങ്കുണ്ട് എന്ന് ഒരു വിഭാഗം നാട്ടുകാർ ആരോപിക്കുമ്പോൾ അയാളെ ഒന്ന് വിളിച്ച് ചോദിക്കടോ പിണറായി വിജയ, കോടിയേരി ബാലകൃഷ്ണ, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ബൂർഷ്വാ കമ്മ്യൂണിസ്റ്റുകളെ ഒരു വലിയ വിഭാഗം ജനം ആവശ്യപ്പെടുകയാണ്. അറിഞ്ഞുകൂടെങ്കിൽ തൃശൂർ ജില്ലയിൽ ഐതിഹാസിക കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോഴിപ്പുറത്ത് കരുണാകരൻ, തൃശൂർ ജില്ലയിലെ ഐതിഹാസിക സമരങ്ങൾ, CPMന്റെ അടക്കം കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിപ്ലവ വ്യക്തിത്വം. മാത്രവുമല്ല, ദളിത്, ആദിവാസി, SC/ST വിഭാഗങ്ങൾക്കിടയിൽ കമ്മ്യൂണിസം കെട്ടിപ്പടുക്കാൻ വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് ഇന്ന് 70ന്റെ നിറവിലെത്തി നിൽക്കുന്ന കോഴിപ്പുറത്ത് കരുണാകരൻ. കോഴിപ്പുറത്ത് കരുണാകരൻ മുഷ്ടി ചുരട്ടുമ്പോൾ ആ കൈ വിറയ്ക്കുന്നില്ല. പക്ഷേ വിറയ്ക്കാതെ അദ്ദേഹം ഉയർത്തുന്ന മുഷ്ടിയിലും മുദ്രാവാക്യത്തിലും താനൊക്കെ അങ്ങ് ബൂർഷ്വാ രീതിയിൽ അങ്ങ് മുതലാളിത്വ അമേരിക്കയിൽ പോയി ചികിത്സിച്ച് സുഖമായി ഉണ്ടുറങ്ങി വിരാജിക്കുമ്പോൾ ഒരു വിഭാഗം ജനത അനുഭവിക്കുന്ന കഷ്ടതയുടെ കണക്കു പുസ്തകം അവർ നിവർത്തിപ്പിടിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നു, അറിയില്ല എങ്കിൽ പല മരണങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. മാലിന്യ ഇടങ്ങളെ, പ്രകൃതിയിൽ മാലിന്യം ഒഴിവാക്കാൻ വേണ്ടി വീടും വീട്ടുമുറ്റവും ശുദ്ധീകരിക്കൂ എന്ന് പിണറായിയുടെ വീട്ടിലിരുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുണ്ട് മറക്കിക്കുത്തി 4 കയ്യുറയും 10 കാലുറയുമായി നിന്ന് മാലിന്യം വാരി മാറ്റുന്ന പിണറായി ചിത്രം ട്രോളുകളായി വരുമ്പോൾ അങ്ങ് പിണറായിയുടെ മാനസപുത്രൻ കടകംപുള്ളി കുനിഞ്ഞു നൂരാതെ ഒരു ചൂലെടുത്തു വെച്ച് മുറ്റത്ത്, ഈ കോൺക്രീറ്റ് മുറ്റത്ത്, ടൈൽസ് അടക്കിയ മുറ്റത്ത് ഒന്ന് നിവർത്തിയിട്ട് ഈ പരിസര ശുചീകരണത്തിന്റെ വലിയ ക്യാമ്പയിനറായി മാറുമ്പോഴാണ് അവിടെ അങ്ങ് തൃശൂർ ജില്ലയിലെ കുരഞ്ഞിയൂർ ഗ്രാമം, ആ കുരഞ്ഞിയൂർ ഗ്രാമത്തിലേക്ക് ഒന്ന് പോകണം. തൃശൂർ ജില്ലയിലെ കുരഞ്ഞിയൂർ ഗ്രാമത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മലിനീകരണം മൂലം മനുഷ്യർ ചത്തുവീഴുന്നത്. എങ്ങനെയാണ് മനുഷ്യർ ചത്തുവീഴുന്നത്? കുരഞ്ഞിയൂർ ഗ്രാമത്തിലെ യഥാർത്ഥ വസ്തുതകളുമായി ആ ഗ്രാമത്തെ അടുത്തറിയുന്ന, അവരുടെ വികാരം പങ്കുവെക്കുന്ന അവിടുത്തെ ഒരു വീട്ടമ്മ ഭാരത്തിലേക്ക്. ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഒരു 4 വർഷത്തെ സമരവും ഇതൊക്കെയും ഒരു സ്പെഷ്യൽ ഗ്രാമസഭ കൂടിയിട്ട് ഇത് വേണ്ടാന്ന് വെച്ചതാണ്. 4 സ്റ്റോപ്പ് മമ്മ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 30 സെക്രട്ടറിമാരാണ് ആ പഞ്ചായത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പഞ്ചായത്ത് പോലീസിനെ വിളിച്ച് അടപ്പിക്കണില്ല. അവരിതുമ്പോൾ പിന്നെ മെഡിക്കൽ ക്യാമ്പ് കലക്ടർ മുഖാന്തരം നടത്തി. അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാണ്. എല്ലാ ഇതും നമുക്ക് അനുകൂലമാണ്. വെള്ളം കേടുവന്നു, ചൊറിച്ചിൽ ഒരു 10-30 ആൾക്കാർ തന്നെ ആ വാർഡിൽ മരിച്ചിട്ടുണ്ട്.
ശ്വാസകോശ തടസ്സം, ക്യാൻസർ, ആ ചുറ്റുപാട് തന്നെ എത്ര ആൾക്കാർ മരിച്ചിരിക്കണ വെച്ചിട്ടുണ്ടാ. അന്ന ഒരു സമയത്തിലായിരുന്നു ഇനി ഈ ആൾക്കാർക്ക് വയ്യാണ്ടായി. കമ്പനിയുടെ ഏകദേശം തൊട്ടടുത്ത് മരിച്ചവരുടെ പേര് ഞാൻ പറയാം, അഡ്രസ്സല്ല പേര് ഞാൻ പറയാം. കോഴിപ്പുറത്ത് വേലായുധ ഈ അടുത്ത മരിച്ചത്. അനുപാത കൂടിയിട്ട് കമ്പനി തുടങ്ങാനായിട്ട് മുന്നേ ലോട്ടറി വിറ്റ് നടന്നു പോയതാണ്. ഇതിൻ്റെ കമ്പനിയുടെ ഉൽപ്പാദനങ്ങൾ കൂടിയിട്ട് പിന്നെ അവസരം തന്നെ കിടപ്പായി, കാലുമൊക്കെ നീര് വന്നിട്ട്. ഈ ഫോട്ടോയിലുണ്ട്. ആളിപ്പോൾ ഈ അടുത്ത് മരിച്ചു. കോഴിപ്പുറത്ത് വേലായുധൻ, കോമത്ത് സുലോചന, പണിക്കേര് തങ്കമ്മു, മേപ്പുറത്ത് പാത്തുമാത്ത എന്ന് പറഞ്ഞ താത്ത ചെറുപ്പമാണ്. ക്യാൻസർ ഒരു 15 കൊല്ലം മുമ്പ് 10-15 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണ്. 10 കൊല്ലം മുമ്പ് അവൾക്ക് മാറി 2-3 വട്ടം ഗൾഫിൽ പോയി വന്നപ്പോൾ പിന്നെ ബ്രത്ത് ഇൻഫെക്ഷൻ കാരണം കൂടിയതാണ്. അപ്പോൾ ഈ അടുത്താണ് മരിച്ചത്. മേപ്പുറത്ത് പാത്തുമ്മ, കടാന്തോട്ട് മോമാരി ഒക്കെ തൊട്ട് അടുത്ത കമ്പനിയുടെ അടുത്ത്. പിന്നെ കമ്മൂട്ടി മാസ്റ്റർ കടാന്തോട്, പതപ്പുള്ളി കാസുവിൻ്റെ ഉമ്മ, പാത്തൂട്ടി ഇതിൻ്റെ അടുത്ത് വീട്ടുമേര് എനിക്കറിയില്ല. അങ്ങനെ ആ ചുറ്റുപാട് മരിച്ചവരാണ് ഇപ്പോൾ ഈ പേരുകൾ. പിന്നെ ആ ചുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത് മരിച്ചത്. ഞാനിവിടെ ഇരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പേര് മരിച്ചു. പിന്നെ ആ വാർഡ് എടുക്കുമ്പോൾ 8ാം വാർഡ് എടുക്കുമ്പോൾ ഒരു 10-30 പേര് മരിച്ചിട്ടുണ്ട്. ശ്വാസകോശ തടസ്സം, ഭാരതി, വള്ളി, അബു, അങ്ങനെ കുറേ പേര്. ആ സെൻസസ് എടുത്താൽ അറിയാം. ഡോക്ടേഴ്സ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് ഡോക്ടേഴ്സ് ഒരു 30 വീട്ടുകാരുടെ ഈസ്റ്റൊക്കെ എടുത്ത് ശേഖരിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. അത്രയും ഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ കുട്ടികളുടെ മേലൊക്കെ ചൊറിച്ചിൽ, അങ്ങനെ പഠിക്കാൻ പറ്റണില്ല, തലവേദന വിട്ടു പോകണില്ല, ഛർദി, വെള്ളം കേട്. ഇവരുടെ ഈ മരിച്ചു വീഴുന്ന കണക്കുകൾ, ആ കണക്കുകൾ അവിടെ ഉയരുന്ന മാലിന്യ പ്ലാന്റിന്റെയും അതോടൊപ്പം തന്നെ അഗ്രോ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പേരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിയാണ്. പിണറായി വിജയന്റെ മന്ത്രി. ആ മന്ത്രിയോട് നാട്ടുകാർ കെഞ്ചി കേണു, ഇത് ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കുന്ന ഇടമാണ്, ഇവിടെ നിന്നൊഴുകുന്ന മാലിന്യ കൂമ്പാരത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, രാവും പകലും ചൊറിഞ്ഞു പോവുകയാണ്. ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ അങ്ങ് വൃദ്ധർ വരെ ചൊറിയുകയാണ്. ചൊറിച്ചിൽ രോഗം തൊലിപ്പുറത്ത് വരികയാണ്. കുട്ടികൾക്ക് ഉറക്കമില്ല. എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഈ വ്യാവസായിക ശാല പുറത്തുവിടുന്ന മാലിന്യമാണ് അതിന് കാരണം. ശ്വാസകോശ രീതിയിൽ ഇന്ന് കൊറോണ ബാധിച്ചു മരിക്കുന്നതിനേക്കാൾ ഭീകരമായി ശ്വാസകോശ രോഗം ബാധിച്ച് മരിച്ചു വീഴുന്നവരുടെ എണ്ണം എത്ര എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ പിണറായി വിജയൻ അറിയുന്നുണ്ടോ? ഇതൊക്കെ ഈ കേരളത്തിലെ അങ്ങ് UN പോയി അവാർഡ് വാങ്ങാൻ വേണ്ടി PR വർക്ക് നടത്തുന്ന ആരോഗ്യമന്ത്രി KK ശൈലജാമ്മ അറിയുന്നുണ്ടോ? കുരഞ്ഞിയൂർ, തൃശ്ശൂര്, ഗുരുവായൂർ, ആ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള ഈ ഗ്രാമനിവാസികൾ ചോദിക്കുകയാണ്, ഉച്ചത്തിൽ ചോദിക്കുകയാണ് കുരഞ്ഞിയൂർ ഗ്രാമവാസികൾ. അവിടെ DMOയുടെ റിപ്പോർട്ടുണ്ട്, വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഉയരുന്ന മാലിന്യം ഏതു തരത്തിലാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സ്തംഭിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. ആരോഗ്യമന്ത്രിയോട് ചോദിക്കുന്നു, ആ DMO റിപ്പോർട്ട് എവിടെയാണ്? ആ DMO റിപ്പോർട്ട് പൂഴ്ത്തിയത് ആരാണ്? AC മൊയ്തീനും AC മൊയ്തീന്റെ ബന്ധുക്കൾക്കും ഈ വ്യാവസായിക ശാലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ പിണറായി വിജയൻ? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ, അവിടുത്തെ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകൾ CPM-നെതിരായി മാറുന്നു? ഈ വിഷയം അവിടുത്തെ പാർട്ടി അന്വേഷിക്കുന്നുണ്ടോ? പാർട്ടി പ്രാദേശിക ഘടകം പറയുന്നു, കമ്മ്യൂണിസ്റ്റുകളുടെ കരച്ചിലിനല്ല ഞങ്ങൾക്ക് വില, വ്യാവസായിയുടെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന നോട്ടിന്റെ കനത്തിലാണ് ഞങ്ങൾക്ക് വിലയും മൂല്യവും. അങ്ങനെ വരുമ്പോൾ ഈ കരുണാകരൻ എന്നൊക്കെ പറയുന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റുകളുടെ കരച്ചിൽ, കണ്ണുനീരും നിലവിളികളുമായി മാത്രം അവിടെ അവശേഷിക്കുമ്പോഴാണ് വീട്ടമ്മമാർ നിവർത്തിയില്ലാതെ പുറത്തു വന്ന് അവരുടെ ശബ്ദം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നു, DMOയുടെ റിപ്പോർട്ട് എവിടെയാണ്? ഗുരുവായൂരിനടുത്തുള്ള കുരഞ്ഞിയൂർ ഗ്രാമത്തിലെ സ്ഥിതി അതീവ ഗുരുതരം എന്ന റിപ്പോർട്ടുകൾ പിണറായി വിജയ താൻ കാണുന്നുണ്ടോ? KK ശൈലജാമ്മ താങ്കൾ കാണുന്നുണ്ടോ? കമ്മ്യൂണിസത്തിന്റെ ആചാര്യ സ്ഥാനത്തിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണ, പ്രാദേശിക ഭരണകൂടം, അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളോട് താങ്കൾ ഈ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവിടുത്തെ ജനം ചോദിക്കുന്നു. കുരഞ്ഞിയൂരിലെ 8ാം വാർഡിൽ
മരണനിരക്ക് ഉയരുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭരണകർത്താക്കൾ അറിയുന്നുണ്ടോ? അമേരിക്കയിൽ പോയി സുഖചികിത്സ നടത്തി തിരിച്ചു വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തുടർ സുഖചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ കുരഞ്ഞിയൂർ വാർഡ്, തൃശൂർ ഗുരുവായൂരിനടുത്ത് അവിടുത്തെ 8ാം വാർഡിൽ പിടഞ്ഞു മരിക്കുന്നവരുടെ മരണമൊഴി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ? അവിടുത്തെ ആൾക്കാർ ചോദിക്കുകയാണ്. 2016 കുരഞ്ഞിയൂരിൽ സ്ഥാപിതമായ ഫാക്ടറി, 2016 ഈ ഫാക്ടറി സ്ഥാപിതമാകുന്നത്, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്. ആ ഫാക്ടറി ഉണ്ടാക്കുന്ന സാമൂഹിക ദുരന്തം, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനജീവിതം മരണത്തിലേക്ക് വീഴുമ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ വികാരം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകൾ ഒന്നടങ്കം, അവിടുത്തെ ആദിവാസി വിഭാഗമാകട്ടെ, SC/ST വിഭാഗമാകട്ടെ, ദളിത് വിഭാഗമാകട്ടെ, അവരുടെയൊക്കെ മുഴങ്ങുന്ന ശബ്ദം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേൾക്കുന്നുണ്ടോ? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ്. 2016 കുരഞ്ഞിയൂരിൽ തുടങ്ങിയ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനം ഉയർത്തുന്ന പരിസ്ഥിതി പ്രശ്നം, മലിനീകരണ പ്രശ്നം, അവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്നത്, അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയുന്നു, കുരഞ്ഞിയൂരിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി കാരണം അനുഭവിക്കുന്ന ദുരന്തം ഒന്ന് കാണണം, ഒന്ന് പ്രതികരിക്കണം. എന്നിട്ട് കോഴിപ്പുറത്ത് കരുണാകരനെ പോലെയുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റുകളെ ഒന്ന് അങ്ങോട്ട് പോയി കാണണം പിണറായി വിജയ, കോടിയേരി ബാലകൃഷ്ണ. കാരണം അങ്ങനെയുള്ള കോഴിപ്പുറത്ത് കരുണാകരനെ പോലെയുള്ള ജീവിക്കുന്ന രക്തസാക്ഷികളും ആത്മാക്കൾ മാത്രം അവശേഷിക്കുന്ന ജീവനില്ലാത്ത രക്തസാക്ഷികളും പടുത്തുയർത്തിയ രക്തത്തിൽ ചാലിച്ച കസേരയിൽ നീയൊക്കെ അമർന്നിരുന്ന് അങ്ങ് സുഖിക്കുമ്പോൾ, കട്ടുമുടിക്കുമ്പോൾ, നിന്റെയൊക്കെ മക്കൾ ആൾ ദൈവങ്ങളുടെയും സ്വാശ്രയത്തിന്റെയും മുതലാളിത്വത്തിനും പാദസേവ ചെയ്ത് കോടികൾ ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാക്കാത്ത കോഴിപ്പുറത്ത് കരുണാകരനെ പോലെയുള്ളവരുടെ അപേക്ഷ ആ നാട്ടിലെ ജനങ്ങളുടെ അപേക്ഷയാണ്. മരിച്ചു വീഴുന്ന അമ്മ പെങ്ങന്മാരുടെ അപേക്ഷയാണ്. ഒന്ന് അദ്ദേഹത്തെ പോയൊന്ന് കാണണം, അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. തൃശൂർ ഗുരുവായൂർ കുരഞ്ഞിയൂർ ഗ്രാമം 8ാം വാർഡും ആ ഗ്രാമത്തിന്റെയും നിലവിളി കേൾക്കണം. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് രക്തസാക്ഷികളുടെ ആ രക്തത്തിന്മേൽ അമർന്നിരിക്കുന്ന നീയൊക്കെ അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് ഈ ഗ്രാമവാസികളുടെ ആവശ്യം, അപേക്ഷ, അഭ്യർത്ഥന ഒന്ന് കേൾക്കുകയും തിരുത്തുകയും വേണം എന്ന് കുരിഞ്ഞിയൂരിലെ ഗ്രാമം ഉച്ചത്തിൽ പറയുമ്പോൾ അവർക്കൊപ്പം, ആ ഇരകൾക്കൊപ്പം ഭാരത്തിലേക്ക്